ഡിവൈഎഫ്ഐ മൈലപ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനം നൽകുന്നിടത്താണ് നമ്മളുള്ളത്. ആളുകളൊക്കെ എത്തി അന്നദാനത്തിൽ പങ്കാളികളുമാകുന്നുണ്ട്. ചേട്ടാ, കഞ്ഞി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത്തരമൊരു ഡിവൈഎഫ്ഐയുടെ സേവനം കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. വരുന്നേ നമ്മൾ കാട്ടാക്കട ഒറ്റശേഖരമംഗലം ദർശനം കഴിഞ്ഞ് വരുവാണോ? അങ്ങോട്ട് പോകണതാണ്. എങ്ങനെയുണ്ട് കഞ്ഞിയൊക്കെ? കുഴപ്പമില്ല. ഇതാണ് ഡിവൈഎഫ്ഐ മൈലപ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം നമുക്ക് ശബരിമലയ്ക്ക് പോകുന്ന പാതയിൽ നടത്തുന്ന. മൈലപ്രയ്ക്ക് അടുത്ത് തന്നെയാണ് ഇവരുടെ പ്രവർത്തനം. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ബി നിസാം ഉൾപ്പെടെ ചേരുന്നുണ്ട്. എപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് സഹായകരമായ അനവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തവണ അന്നദാനമാണല്ലേ? മണ്ഡലകാലത്ത് ഡിവൈഎഫ്ഐ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന യുവജന പ്രസ്ഥാനമാണ്. ഇത്തവണ ഏതാണ്ട് 10-ൽ കൂടുതൽ കേന്ദ്രത്തിൽ അതുപോലെ ഭക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ഡിവൈഎഫ്ഐ സൗജന്യ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് മൈലപ്ര മേഖലാ കമ്മിറ്റി ഭാരവാഹികളോട് ചേരാം. നിങ്ങൾ ഈ നടത്തുന്ന ഈ പ്രോപ്പർ സ്ഥലം ഏതാണ്? ഇത് മണ്ണാർക്കുളഞ്ഞി എന്ന് പറയും. മണ്ണാർക്കുളഞ്ഞി നടത്തുന്നത്. എന്താണ് ഇത്തരം ഒരു സഹായകരമായ ഒരു ഇതിലേക്ക് എത്താൻ കാരണം? ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചപ്പം ഒരു സുഹൃത്താണ് പറഞ്ഞത് ഇതുപോലെ നടത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കേണ്ടത് ഇങ്ങനെ നടത്താമെന്ന്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കാരണം ആളുകൾ ധാരാളം എത്തുന്നുണ്ട് കഞ്ഞി കുടിക്കാനായി. നല്ല തീരുമാനമാണ്. അപ്പം അത്തരം കാര്യങ്ങളിലായിട്ട് ഡിവൈഎഫ്ഐ നടത്തുന്നു. മുൻവർഷങ്ങളിൽ ആംബുലൻസ്, ഇത്തവണയുണ്ട് ആംബുലൻസിൻ്റെ സേവനം. അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ഡിവൈഎഫ്ഐ നടപ്പാക്കുന്നുണ്ട്. തീർത്ഥാടകർക്ക് സഹായകരമായ ഒരു പദ്ധതി തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.